പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ട്. നിങ്ങൾ അവിടുത്തെ ഉള്ളംകരത്തിൽ സുരക്ഷിതരാ. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായം അതിൻ്റെ 4-ാം വചനത്തിൽ പ്രകാരം എഴുതിയിരിക്കുന്നു, കുശവൻ തനിക്ക് തോന്നിയതുപോലെ അതിനെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുശവൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമാണ്, കുശവൻ്റെ പൂർണ്ണ ഇഷ്ടമാണ് തൻ്റെ കരത്തിലിരിക്കുന്ന മണ്ണ് എപ്രകാരമായി തീരണമെന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ, കർത്താവിൻ്റെ ഉള്ളം കരത്തിലിരിക്കുന്ന വ്യക്തിത്വമാകുന്നു നിങ്ങൾ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ തകർന്നു ഉടഞ്ഞു ഷേപ്പ്ലെസ്സായി ഇനിയും പഴയ രീതിയിലേക്ക് കയറി വരുവാൻ സാധിക്കത്തില്ല എന്നൊക്കെ ചിന്തിക്കുന്നു എങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, കുശവന് തനിക്ക് ബോധിച്ചതുപോലെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെ നല്ലൊരു പാത്രമാക്കി തീർക്കും. നിങ്ങളെ വലിച്ചെറിഞ്ഞ് കളയത്തില്ല. ഉടഞ്ഞു പോയല്ലോ, അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടല്ലോ എന്നൊന്നും ചൊല്ലി അങ്ങ് എറിഞ്ഞു കളയത്തില്ല. പകരം തനിക്ക് ഇഷ്ടമുള്ളതുപോലെ, തനിക്ക് ബോധിക്കുന്നത് പോലെ താൻ നിങ്ങളെ വീണ്ടും മോൾഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുത്തെ ഹൃദയത്തിനൊത്തവണ്ണം പണിതുകൊണ്ടേയിരിക്കും. ആയതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച തകർച്ചകൾ, വീഴ്ചകളൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. അവിടുത്തെ കരം വീണ്ടും നിങ്ങളെ മെനഞ്ഞുകൊണ്ടേയിരിക്കുകയാ, പണിതുകൊണ്ടേയിരിക്കുകയാ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത്രയേറെ തകർച്ചകൾ വന്നിട്ടും പ്രതിസന്ധികൾ വന്നിട്ടും ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. കുശവൻ്റെ കരത്തിൽ തന്നെയാണ് നിങ്ങൾ. അവിടെ നിന്നും ആർക്കും നിങ്ങളെ അപഹരിച്ചു കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല. ആ നെഞ്ചത്തോട് കൈവച്ചെന്ന് പറഞ്ഞേ, ഞാൻ എൻ്റെ കുശവൻ്റെ കരത്തിൽ സുരക്ഷിതമാണ്. എന്തൊക്കെ ഭവിച്ചാലും എന്തൊക്കെ വന്നെന്നാലും എൻ്റെ കുശവൻ്റെ കരത്തിൽ നിന്ന് എന്നെ എടുത്തുകൊണ്ട് പോകുവാൻ ആർക്കും സാധ്യമല്ല. ഏറ്റവും സുരക്ഷിതമായ സ്ഥലം. പ്രാർത്ഥിക്കാം. അപ്പാ, ഞങ്ങളുടെ നല്ല കുശവനെ, ഞങ്ങളെ നല്ല നിലയിൽ പണിതുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ജീവൻ്റെ ഉടമസ്ഥനെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയ്ക്ക് ബോധിക്കുന്നത് പോലെ, അങ്ങയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ സ്നേഹം ഞങ്ങളാകുന്ന പാത്രത്തിൽ നിന്ന് ഒഴുകട്ടെ. അതനേക ആയിരങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ ബ്ലെസ് ചെയ്യുന്നു. മഹത്വപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ് യു.